നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ ബിസിനസിന് നല്ല കണക്കുകൂട്ടലുകളും കാഴ്ചപ്പാടും ഒക്കെ നിർബന്ധമായും ഉണ്ടാവണം. അല്ലെങ്കിൽ അകത്തായി പോവും. അന്ന് പോലീസുകാരോട് ഒരു ഫോൺ കോളിൽ വർഷ വിളിച്ച് പറഞ്ഞപ്പോ അവൾക്ക് കിട്ടിയത് അംഗീകാരവും എനിക്ക് നഷ്ടമായത് കോടികളുടെ കച്ചവടമാ. ഒപ്പം പുതിയതായി ഡീൽ ഉറപ്പിച്ച ഇബ്രാഹിം സേട്ടുമായിട്ടുള്ള പങ്ക് കച്ചവടവും. ആ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അണ്ടർവേൾഡ് ഡോൺ വിക്രം അറിയപ്പെടുന്ന അറിയപ്പെടാത്ത ഒരു കോടീശ്വരനായനെ. അത് മറക്കാൻ എനിക്ക് പറ്റുവോടോ? ഇല്ല, വിക്രം അങ്ങനെ തകരില്ല. അറിഞ്ഞോ അറിയാതെ വിക്രമിന്റെ ലൈഫിൽ തൊട്ട് കളിച്ച കളി ഞാൻ പഠിപ്പിക്കും. അതിന് ഏത് കൊമ്പനായാലും. ഇപ്പോ ഡീൽ ഉറപ്പിക്കുന്നതും സാധനം കൈമാറുന്നതും ഒക്കെ എന്നെ ചതിച്ച എന്റെ ഭാര്യ വർഷയാ. ആ അപ്പാവിക്കറിയില്ല അവൾ ഓരോ കസ്റ്റമറിനും കൊടുക്കുന്നത് എന്താണെന്ന്. പോലീസ് പിടിച്ചാൽ അവൾ അകത്ത്. കമ്പനി പേരോ ആരുടെ പ്രോഡക്റ്റ് എന്ന് അറിയാത്തതിനാൽ ഞാൻ സേഫ്. ലേബൽ പോലും ഇല്ലാത്ത ഐറ്റം കൈമാറിയതിന് തെളിവ് പോലും ഇല്ലാതെ വർഷ അകത്ത്. ഭർത്താവിനെ ചതിച്ച ഭാര്യ എന്ന ന്യൂസ് വരും. സിമ്പതി മുഴുവൻ എനിക്ക്. താൻ വിഷമിക്കണ്ട. കൊടുത്തുവിട്ട സാധനവും ആളും എവിടെയായെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ സർ. വർഷ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്ന പെണ്ണിന് ഉള്ളതിൽ പങ്ക് കൊടുത്താ പോരാ, വിഭവസമൃദ്ധമായി സദ്യ തന്നെ കൊടുക്കണ്ടേ. അതുകൊണ്ടാ വർഷയോട് വിശേഷങ്ങൾ തിരക്കാൻ നിൽക്കാതെ അടുക്കളപ്പണി തുടങ്ങിയത്. അത് നന്നായി. പക്ഷേ ഒട്ടും നന്നായില്ല എന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ട്. വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് പെണ്ണും ചെറുക്കനും പെണ്ണിന്റെ വീട്ടിലേക്ക് വരുന്നത് ഒരു വലിയ ചടങ്ങാ, ആഘോഷിക്കേണ്ട ചടങ്ങ്. അതിന് നല്ല വാതിൽ ചടങ്ങെന്ന് പറയും. ചെറുക്കന്റെ ബന്ധുക്കളും അയൽക്കാരും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഒരു കൂട്ടം ആൾക്കാരാ വരേണ്ടത്. കുടുംബാംഗങ്ങളെ കൂടാതെ കുറെ അതിഥികൾ ഇവിടെ ഉണ്ടാവണം. അതൊന്നും നടന്നു കണ്ടില്ല. നമ്മളതിന് താല്പര്യം എടുത്തില്ല. വിക്രമം അത് വേണ്ടാന്ന് വെച്ചു. വിക്രമിന് സ്വന്തക്കാരും ബന്ധുക്കളും ഒന്നും ഇല്ലല്ലോ മോളെ. അതുകൊണ്ടായിരിക്കും അത്തരം ചടങ്ങുകളൊന്നും വേണ്ടാന്ന് വെച്ചത്. പിന്നെ വിവാഹത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവൻ കല്യാണത്തിന് മുൻപ് ചെയ്തില്ലേ? നമുക്കെല്ലാവർക്കും വേണ്ട ഡ്രസ്സുകൾ, പെണ്ണിന് വേണ്ട ആഭരണങ്ങൾ, വാഹന ചിലവുകൾ എല്ലാം വിക്രമല്ലേ ചെയ്തത്? അതെ, ഒരു വിധത്തിൽ പറഞ്ഞ വർഷയുടെ കല്യാണത്തിന്റെ ചെലവുകൾ മുഴുവൻ വഹിച്ചത് വിക്രമായിരുന്നു. ശരിക്കും. അതുകൊണ്ട് വിക്രമിനെ കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല. എന്നാലും നല്ല വാതിൽ ചടങ്ങോടി വേണമായിരുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. പയറുപേരി വർഷയ്ക്ക് വലിയ ഇഷ്ടമാ. ചെറുപയർ ഇരിപ്പുണ്ടോ അമ്മ? ഉണ്ടല്ലോ. മോള് പരിപ്പേറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. അതെ, സിറ്റിയിലെ സ്കൂട്ടറിൽ കറങ്ങി നടക്കുമ്പോഴാ വർഷയെ വന്ദന കണ്ടത്. കമ്പനിയുടെ ബിസിനസ് കാര്യങ്ങൾ പഠിക്കാൻ വിക്രം സ്കൂട്ടറും കൊടുത്ത് വിട്ടതാണത്രേ. എന്ത് കാര്യമായാലും കോടീശ്വരന്റെ ഭാര്യയല്ലേ വർഷ. അവള് പൊരി വെയിലത്ത് സ്കൂട്ടറിൽ കറങ്ങി നടക്കുന്നത് കണ്ട ആൾക്കാരെന്ത് വിചാരിക്കും? അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു പരാതി വിക്രമിനെ കുറിച്ച് എനിക്കുണ്ട്. തൽക്കാലം അമ്മ പരാതി പറയാനൊന്നും പോവണ്ട. കുറച്ച് കഷ്ടപ്പെട്ടാലും അത് വർഷയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ലേ. ശരിക്കും. വിക്രമിനെ കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല. എന്നാലും നല്ല വാതിൽ ചടങ്ങോടി വേണമായിരുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. പയറുപ്പേരി വർഷയ്ക്ക് വലിയ ഇഷ്ടമാ. ചെറുപയർ ഇരിപ്പുണ്ടോ അമ്മ? ഉണ്ടല്ലോ.
അതിന് വിക്രമിനോട് നന്ദി പറയാ വേണ്ടത്. ദൈവമേ. വിശാലമായ ഒരു തോട്ടത്തിന്റെ നടുക്ക പടഭണ്ഡാരം പോലുള്ള വലിയ ബംഗ്ലാവ്. പകൽ സമയത്തൊന്നും വിക്രമേട്ടൻ വീട്ടിലുണ്ടാവില്ല. പകല് മുഴുവൻ ഞാൻ അവിടെ ഒറ്റയ്ക്ക. മിണ്ടാനും പറയാനൊന്നും ആരുമില്ലാത്ത അവസ്ഥ. ഫോണിലാണെങ്കിൽ ശരിക്ക് റേഞ്ചും കിട്ടത്തില്ല. അങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴാ ഏട്ടൻ എന്നെ ട്രെയിനിങ്ങിന് അയച്ചത്. ആശ്വാസമായി ചേച്ചി. ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാലോ. ഈ ട്രെയിനിങ് എത്ര കാലം വരെ പോവും? അതേട്ടനെ അറിയൂ. എത്ര കാലം വരെ വർക്ക് ചെയ്താ എക്സ്പീരിയൻസ് ആവുന്ന ഏട്ടനൊരു ധാരണയുണ്ട്. എല്ലാ കാര്യത്തിലും നല്ലൊരു കണക്കുകൂട്ടലും കാഴ്ചപ്പാടുമുള്ള ആളായിട്ടൻ. ഈ ബിസിനസ്സിന് നല്ല കണക്കുകൂട്ടലുകളും കാഴ്ചപ്പാടും ഒക്കെ നിർബന്ധമായും ഉണ്ടാവണം. അല്ലെങ്കിൽ അകത്തായി പോവും. അകത്തായി പോകുന്നു ചേച്ചി അങ്ങനെ പറഞ്ഞ്? അത് പിന്നെ ഞാനങ്ങനെ പറഞ്ഞോ? ആ, കോടികളുടെ ബിസിനസ് അല്ലേ, വല്ല ടാക്സ് വെട്ടിപ്പോ മറ്റോ നടന്നാലുള്ള കാര്യം പറഞ്ഞത്. ഈ ചേച്ചിക്ക് ഇത് എന്തിന്റെ കേടാ? ഏട്ടൻ ടാക്സ് വെട്ടിക്കൊന്നുമില്ല. സ്ട്രെയിറ്റ് ഫോർവേഡാ. 100% അപ് ടു ഡേറ്റ്. ഏട്ടനുള്ളത് ഏട്ടന്, സർക്കാരിനുള്ളത് സർക്കാരിന്. അതാ ഏട്ടന്റെ നിയമം. ശരി ശരി, സോറി. വർഷേ, നീ തുടങ്ങാൻ പോകുന്ന പുതിയ കമ്പനിയില് ചേച്ചിക്കൊരു ജോലി കൊടുക്കണമെന്ന് നീ വിക്രമളിയനോടൊന്ന് റെക്കമെൻഡ് ചെയ്യണം. വേണ്ട. ആ, എനിക്കിപ്പോ ഒരു ജോലി ഉണ്ടല്ലോ, അത് മതി. അനിയത്തിയുടെ ഭർത്താവിന്റെ ഔദാര്യത്തിൽ കിട്ടുന്ന പണിയൊന്നും എനിക്ക് വേണ്ട. അതെന്താ വന്ദന നീ അങ്ങനെ പറഞ്ഞത്? നിനക്കെന്താ മോളെ ഒരു പിന്തിരിപ്പം മട്ട്? നീ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നതിന് ഉയർന്ന ശമ്പളം വിക്രം തരും. വേറെ ഒരിടത്തും അത് കിട്ടത്തില്ല. അതിന് ഔദാര്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.